2026 കടക്കുകയാണ് നാം. ഇന്ന് പുതുവത്സരം ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നത് പോലെ ആശങ്കയും നിലനിൽക്കുകയാണ്. അതീവ ഭീതിയിലാണ് ഇന്ന് ലോകം. കാരണം നിരന്തരം ഉണ്ടാകുന്ന വലിയ ഭൂകമ്പങ്ങൾ, വലിയ സുനാമികൾ, പേമാരികൾ, പ്രളയം, വിവിധ തരം ചുഴലിക്കാറ്റ് എന്നിവയെല്ലാം ലോകം ഒരു അവസാനത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വരികയാണ്. ഭൂമിക്ക് പ്രകൃതിദത്തമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നൽകുന്ന സൂചനകളും. ഒരുപക്ഷെ ഈ ദുരന്തങ്ങളെല്ലാം സംഭവിക്കുന്നത് മനുഷ്യനെന്ന വർഗത്തെ തന്നെ ഇല്ലാതാക്കുമോ എന്ന ആശങ്ക മനുഷ്യരിൽ വളർത്തുന്നുണ്ട്. വീണ്ടും ഒരു പുതിയ ഭൂമി, മറ്റൊരു കാലഘട്ടം, അങ്ങനെ കുറേയധികം ചിന്തകളും ചോദ്യങ്ങളും. പലപ്പോഴും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വരുമ്പോൾ ആളുകൾ പുച്ഛിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇത് നീണ്ട നാളത്തെ വിദഗ്ധരുടെയും ഗവേഷകരുടെയും പഠനത്തിനും ശാസ്ത്ര പരിശോധനയ്ക്കും ശേഷം എത്തുന്ന നിലപാട് തന്നെയാണ്. ഇപ്പോഴിതാ ഭൂമിയുടെ അവസാനം നാം പ്രതീക്ഷിച്ചതിനേക്കാൾ നേരത്തെ ആയിരിക്കുമെന്ന പ്രവചനവുമായി നാസയിലെ ശാസ്ത്രജ്ഞർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനായി ഗവേഷകർ ഭൂമിയുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് അത്യാധുനിക സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചാണ് ഈ ആവിഷ്കരണം നടത്തിയിരിക്കുന്നത്. കണ്ടെത്തലുകളുടെ ഫലമായി ഏകദേശം 100 കോടി വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഭൂമിയുടെ അന്തരീക്ഷം അടിമുടി മാറും. അതായത് വാസയോഗ്യമല്ലാതാകും ഭൂമി. അതും കുറഞ്ഞ കാലയളവിൽ തന്നെ ഇത് സംഭവിക്കും. അതിൽ തന്നെ സൂര്യൻ കൂടുതൽ ചൂടും വികിരണങ്ങളും പുറത്തുവിടും. അതിന് കാരണം സൂര്യന്റെ പ്രായം കൂടുന്നത് തന്നെയാണ്. ഇതിന്റെ ഫലമായി ഭൂമി ചുട്ടുപൊള്ളും. ഭൂമി പ്രത്യേകിച്ച് ജീവനില്ലാത്ത ഇടമായി മാറുമെന്നും പഠനം പറയുന്നു. പഠനങ്ങൾ പറയുന്നതനുസരിച്ച് സമുദ്രങ്ങൾ വരണ്ടുണങ്ങും. ഒപ്പം ഓക്സിജൻ ഇല്ലാതാവും. എന്തിന് സൂക്ഷ്മജീവികൾ പോലും അതിജീവിക്കാനാകാത്ത അവസ്ഥ വരുമെന്നും പറയുന്നുണ്ട്. ഭൂമിയുടെ ജൈവമണ്ഡലത്തിന് ഏകദേശം 200 കോടി വർഷത്തെ ആയുസ്സാണ് നിലവിലെ പഠനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഭൂമി എന്ന ഗ്രഹത്തിന്റെ ആയുസ് ഇത്രയും ദീർഘമല്ല എന്ന് സൂചിപ്പിക്കുന്നു. അതായത് ഭൂമിയിലെ ജീവൻ ഒറ്റയടിക്ക് ഇല്ലാതാകില്ല, മറിച്ച് ഓക്സിജന്റെ അളവ് കുറഞ്ഞു തുടങ്ങും. പിന്നെ സൂക്ഷ്മജീവികൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തും. പിന്നീട് സൂക്ഷ്മജീവികളും പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്നതോടെ എല്ലാം തീരും. അതുമാത്രമല്ല, ഈ ദീർഘകാല പ്രക്രിയയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ ഭൂമിയിൽ ദൃശ്യമാണെന്ന് ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. അതായത് ലോകം ഒരുപക്ഷെ അവസാനിക്കുന്നില്ലായിരിക്കാം, പക്ഷേ ഓരോ തലമുറയും ഒരു വെല്ലുവിളികളെ നേരിടാനും അതിജീവിക്കാനും സ്വയം തയ്യാറെടുക്കേണ്ടതുണ്ട്. പ്രകൃതിയുടെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.